ഹായ് സാർ, എൻ്റെ പേര് കെവിൻ. എൻ്റെ സ്വദേശം കോട്ടയം കുമ്മനത്താണ്. എൻ്റെ ജീവിത ലക്ഷ്യം എന്നത് ഒരു ജേർണലിസം എന്നാവുന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതിന് ഞാൻ ഏതറ്റം വേണ്ടി പോകും. ആ കാരണത്താലാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ കാരണമുണ്ടായത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് കുറേ മികവും കുറേ കഴിവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് കാണാപ്പാടം വരെ പഠിച്ചു വരാൻ തുടങ്ങി. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. അതിനൊരു പേഴ്സണൽ റീസൺ ഉണ്ട്. എനിക്ക് പണ്ട് മുതൽക്കേ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നു. പക്ഷേ പറയാൻ മാത്രം എനിക്കറിയില്ലായിരുന്നു. സാറ് അത് ഓർക്കണം, പറയാൻ മാത്രം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 5 വർഷം കഴിച്ചു കൂട്ടി ഇംഗ്ലീഷ് പറയാൻ പറ്റാതെ. എൻ്റെ ഫാമിലിയിൽ ഒരു 100% കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ കസിൻസും ഫ്രണ്ട്സിനൊക്കെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറയാനും അറിയായിരുന്നു. പക്ഷേ എനിക്ക് മാത്രം അതിന് ഭാഗ്യം കിട്ടിയില്ല. എല്ലാവരും ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ അവിടെ വിഷമം കൊണ്ട് ധർണം കൊണ്ട് കുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ ആ വിഷമം കൊണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു ചാൻസ് വീണ് കിട്ടിയത്. എന്ന് വെച്ചാൽ എൻ്റെ അപ്പയുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ക്ലാസ്സിൻ്റെ സജഷൻ എനിക്ക് കിട്ടിയത്. ഈ ക്ലാസ്സിൻ്റെ പേര് സ്പോക്കൺ ഇംഗ്ലീഷ്. അത് ഓൺലൈനായിട്ടാണ് ഈ സജഷൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ അപ്പയുടെ സുഹൃത്തിൻ്റെ ഒരു സാറാണ് ഈ ക്ലാസ് എടുക്കുന്നത്. പേര് ജിമ്മി. അപ്പോൾ ഒരു ആത്മാർത്ഥ കഴിവും ഒരു ബോധപൂർവമായ ഒരു അറിവും കിട്ടാനാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. എൻ്റെ +1 +2 ജീവിതം എങ്ങനെയാവുന്നോർത്ത് എനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് വന്നതോടെ എൻ്റെ +1 +2 വിദ്യാഭ്യാസത്തിന് ഒരു വഴിത്തിരിവായി, ഒരു പുതിയ അറിവായി, എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റായി. സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഇടപെടണം, ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ ഇടപെടണം, ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള ഒരു മികച്ച ഒരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഭാവിയിൽ ഞാൻ ഒരു വിദേശത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ അവിടുത്തെ ആൾക്കാരോട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഇംഗ്ലീഷ് എന്നത് ഒരു ചെറിയ കാര്യമല്ല, ഇംഗ്ലീഷ് ഒരു വലിയ കാര്യമാണെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ക്ലാസ്സിലൂടെയാണ്. എൻ്റെ ആത്മവിശ്വാസവും പരിപൂർണ സമ്പത്തും എല്ലാതും ഞാൻ ഉണർത്തിയെടുത്തി ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. എൻ്റെ ഫാമിലീസിൽ എനിക്ക് മാത്രം ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നുള്ളൂ എന്ന് ആ ചിന്ത പണ്ടായിരുന്നു. ആ ചിന്ത വന്നില്ലെങ്കിലും ഈ 5 വർഷങ്ങൾക്കിടയിൽ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ ക്ലാസ് വന്നതോടെ, ഈ ക്ലാസ്സിൻ്റെ എന്നെ മാറ്റിമറിച്ചോടെ എനിക്ക് ഇംഗ്ലീഷ് ഒരു സമ്പൂർണ്ണമായി മാറി. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊന്നും എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വേറൊരു ക്ലാസ് അല്ല. എൻ്റെ സമൂഹത്തിൻ്റെ ഞാൻ ഇനി പഠിക്കാൻ പോകുന്ന സമൂഹത്തിൻ്റെ എൻ്റെ ഭാവിയിലെ ഒരു വഴിത്തിരിവായിട്ടാണ് ഈ ക്ലാസ്സിനെ കാണുന്നത്. അല്ലാതെ +1 ക്ലാസ് പോലെയല്ല ഇംഗ്ലീഷ് ക്ലാസ് എൻ്റെ പരിചരണത്തിൽ. അങ്ങനെ 45 ദിവസം കഴിച്ചു കൂട്ടി. 45 ദിവസം ഈ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി. എൻ്റെ +1 +2 മികത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ മുന്നേറിക്കൊണ്ടിരുന്നു. അവർ പറയുന്ന ഓരോ ആക്ടിവിറ്റികൾക്കും ഞാൻ കറക്റ്റ് ആൻസർ എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു ടോപ്പിസ്റ്റ് സ്റ്റുഡൻ്റായി. ഈ KH വേർഡിലെ എന്ന ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഒരു 6 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് ടോപ്പിസ്റ്റ് സ്റ്റുഡൻസ് ഞാനാണ്. അത് അവർ എടുത്തു പറഞ്ഞു. ആ ക്ലാസ്സിൽ എനിക്കാണ് ഏറ്റവും മികവ് കൂടുതൽ. ഇംഗ്ലീഷിൻ്റെ ഒരു നാഴിക പോലും കിട്ടാതെ എനിക്ക് ഒരു ഇംഗ്ലീഷ് ക്ലാസ് എന്ന മികവോടെ ഞാൻ അത് നേടിയെടുത്തു.
അങ്ങനെ ഞാനൊരു ഇംഗ്ലീഷ് ടെമ്പറേച്ചറായി. ആ കഴിവ് കൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് നേടിയെടുക്കാൻ പറ്റും. ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന പോലെ അല്ല, ഒരു ആത്മവിശ്വാസ കഴിവ് എന്ന പോലെയാണ് ഞാനിത് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ഇംഗ്ലീഷിനെ തിരിച്ചറിയാനും നേടിയെടുക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി എങ്ങാനും വേറെ രാജ്യത്ത് പോയി അവിടുത്തെ ഒരു ഒക്കുപ്പേഷനും അറിഞ്ഞില്ലെങ്കിൽ ഞാനത് തിരിച്ചറിഞ്ഞ് അത് ബൈഹാർട്ട് ചെയ്ത് അവിടുത്തെ രീതികൾ പഠിച്ച് അവിടുത്തെ ഭാഷകൾ നിന്ന് പറയാൻ നോക്കി അങ്ങനെ ഞാൻ ഇംഗ്ലീഷിലേക്ക് കടക്കും. ഭാവിയിൽ എൻ്റെ ഭാവി ഒരു നല്ലതാകും. എനിക്ക് ജേർണലിസം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ തന്നെയാണ് ഞാൻ ജേർണലിസം ആഗ്രഹിക്കുന്നത്. അവിടെ നിന്ന് ഈ കേരളത്തിൽ തന്നെ ജോലി ചെയ്യും ഞാൻ. വിദേശത്ത് പോവും ഞാൻ. കാണിച്ചാൽ എനിക്ക് ഇംഗ്ലീഷിൻ്റെ പുരോഗമനം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന ഒരു നാമം എൻ്റെ വാക്കിലുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് ഞാൻ പ്രയോജനിക്കും, പറഞ്ഞിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇംഗ്ലീഷിൻ്റെ നാല് വഴികളിലൂടെ കടന്നുപോയ എനിക്ക് ഇപ്പോൾ ഇംഗ്ലീഷിലും കാരണം ഇംഗ്ലീഷിൻ്റെ ഒരു തൂലിക എന്ന പോലെയാണ്. അതുപോലെ ഇംഗ്ലീഷ് ഒരു നല്ല സമ്പത്താണ്. ബുദ്ധിപൂർവമായ കാര്യങ്ങൾ, ബുദ്ധിപൂർവമായ അറിവുകൾ നമുക്ക് നേടിയെടുക്കും. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് എന്നെ മികവാക്കിയ, എന്നെ അറിവ് നേടി തന്ന എല്ലാം KH വേൾഡ് ടീംസിനോടും ഞാൻ നന്ദി പറയുന്നു.